അപ്പൊ ശ്രദ്ധിക്കുക, റോയൽ ഫാമിലിയിൽപ്പെട്ട ആളാ യെശയ്യാവ്. എല്ലാം രാജകുടുംബത്തിൽപ്പെട്ടയാൾ. 50 വർഷം ശുശ്രൂഷിക്കുന്നു. ഭാര്യ പ്രവാചക, 2 ആൺപിള്ളേര്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കാലം, എല്ലാ ഭാഗവും എടുക്കുന്നില്ല, ശുശ്രൂഷയുടെ കാലം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കറിയാം. പ്രഗത്ഭന്മാരുടെ കാലത്താണ് ശുശ്രൂഷിക്കുന്നത്. വായിച്ചേ 1:1, യെശയ്യാവ് 1:1. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് 4 കക്ഷികളുടെ കാലത്താണ് ശുശ്രൂഷിക്കുന്നത്. 4 നല്ല ഏറ്റ പുള്ളിക്കാരാ. ഏതാ? ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. 4 എണ്ണം. ഒന്നുകൊന്നൊക്കെ മെച്ചവാ. അയ്യോ, ഇവരുടെ കാലത്ത് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. ചില സഭയിലൊക്കെ ചില പാസ്റ്റർമാരിക്കുമ്പോൾ ചോദിക്കലേ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്, ഇന്നെടുത്തിന്. അവിടെ ഇരുന്നതാന്നോ എന്നെ പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്നതാ. ഓ, എങ്ങനെ ഇരുന്നു? അവിടെ ഇരുന്നു. അവിടെ അല്ലയോ വടക്കാളി ജോർജ്. ഞാനൊരു പേരങ്ങ് പറയുക. ജോർജാണ് അവിടെ. അയ്യോ, നൊണമേരി ആ സഭയിലല്ലേ? നൊണമേരി അവിടെ എങ്ങനെ ഇരുന്നു? ഇന്നാളെ ഒരാൾ ചോദിച്ചു, പാരക്കറിയാച്ചൻ ഇപ്പോഴും കൊണ്ടുവന്ന്. കറിയാച്ചൻ എന്നാ പേര്, പാര വെക്ക, അതിനെ പാരക്കറിയാച്ചൻ. അപ്പൊ പാരക്കറിയാച്ചനും നൊണമേരിയും വടക്കാളി ജോർജും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലെ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടാ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഈ വമ്പൻ രാജാക്കന്മാര് 4 പേരുടെ കാലത്താ ശക്തമായ ശുശ്രൂഷ യെശയ്യാവ് ചെയ്തത്. ഒന്നുകൂടെ പേരുകളൊന്ന് വായിച്ചോ കർത്തൃദാസനെ. യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിച്ചു. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് 4 എണ്ണം. 4 നല്ല പറ്റിയ പുള്ളിക്കാരാ. തവിക്കൊത്ത കണയെന്ന് പറഞ്ഞതുപോലെ. എന്തുവാ 4 പേര്? ഓടിച്ചങ്ങ് പറയാം. ഒരുത്തനെ നിങ്ങൾക്കറിയാം, പള്ളി കിടന്ന് വഴക്കുണ്ടാക്കുന്നവനാ ഉസ്സിയാവ്. വായിച്ച് 26:16 ആദ്യം വായിക്കണം. അത് കഴിഞ്ഞ് 19. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26:16, പിന്നെ അതിന്റെ 19 വായിര്. എന്നാൽ അവൻ ബലവാനായപ്പോൾ, ഇവനെ ബലവാൻ എന്ന് പറഞ്ഞാൽ ഉസ്സിയാവിനെ പറ്റിയാ. ഇച്ചിരി കാശും പുത്തനും ചുറ്റുപാടും ഒക്കെ ആയപ്പം ഇച്ചിരി അഹങ്കാരവും ഒക്കെ അങ്ങനാന്നല്ലോ. സ്വാഭാവികം. മനുഷ്യന്റെയൊക്കെ പ്രകൃതി അങ്ങനെ. പരുവക്കേട് കാലത്ത് ആരും കാണുകയല്ല. കവി അങ്ങനെ പറഞ്ഞ്, സുഖത്തിലുണ്ടാ സഖിമാൻ അനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. കാശും പുത്തനും ഇല്ലെങ്കിൽ ആരും കാണുകയല്ല. കാശും പുത്തനും കൊണ്ട് ബിൽസച്ചാൻ എൻ്റെ അടുത്ത ആളാന്ന് പറയും. അപ്പച്ചൻ ഇറങ്ങിയ കാലത്ത് ആരും, സത്യം പറയണം, അങ്ങനെ തന്നെ. അപ്പച്ചൻ ഇറങ്ങിയപ്പോളേ അടിയും ബഹളവും കാലുവാരി എറിയുകയും അന്ന് വലിയ ഗതിയൊന്നും ഭൗതികം. ഞാൻ എന്നെ നോക്ക്, ഉള്ള കാര്യമായി പറയുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് ദൈവം ഭൗതിക നന്മയും പിള്ളേരെ എല്ലാം മാനിച്ചു. ഇപ്പൊ എല്ലാരും അങ്ങ് നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ? അല്ല, പുള്ളിയുടെ കാര്യം പറയാന്നെ പിന്നെ വേറൊരുത്തന്റെ പറയുമ്പോ കൊങ്ങാക്കി പിടിച്ചാൽ എടുക്കും. മനുഷ്യന്റെ എല്ലാം പ്രകൃതി അങ്ങനെ. കാശും പുത്തനും ചുറ്റുപാടും കൊണ്ടേ പറയാം, എന്റെ ഫസ്റ്റ് കസിന്. ഇതൊന്നുമില്ലെങ്കിൽ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നിട്ട് നമ്മൾ ചോദിക്കുക, നിങ്ങളുടെ ബ്രദർ അല്ലേ നമ്മള്? പുള്ളിയെ കണ്ടിട്ടുണ്ട്. പുള്ളി എവിടെ? മുണ്ടുകോട്ടക്കാരനാണോ? ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ. ചോദിക്കാം, മുണ്ടുകോട്ടക്കാരനാണോ എന്ന്. മനുഷ്യന്റെ എല്ലാം പ്രകൃതി അങ്ങനെ. അല്ല, ഞാൻ ഓഡിയൻസിനോടും പറയാം, സഭയിലൊക്കെ ചിലരിങ്ങനെ പാവം കളിച്ചിരിക്കും. അപ്പൊ നമ്മളോർക്ക് ഇവൻ പാവമല്ല, കാശും പുത്തനും ഇല്ലാഞ്ഞോട്ട് ഇവൻ പമ്മിയിരിക്കുക. ഇവന്റെ 10 രൂപ കിട്ടുമ്പോ ഇവനെ തനിനിറം വെളിപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചോ? സഭയിലൊക്കെ വരുമ്പോ പാവം പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണാം. നമ്മളങ്ങ് നോക്കി പോയി, പാവമാണ്, ഒരു പാവവും ഇല്ല. ഇവൻ വലിയ കാട്ടാനയ്ക്ക് ലാട പഠിച്ചവനാ. ഇപ്പൊ ഇവൻ പമ്മി ഇരിക്കുന്നത് ഇവന്റെ പിടിപ്പൊന്നും. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ ഇത് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര എണ്ണത്തിനെ അറിയാം ഇല്ലേ? അമേരിക്കയിലോ പേർഷ്യയിലോ ഗൾഫിലോ കാനഡയിലോ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ അവർക്ക് മലയാളം അന്നേരം ഒറ്റ ഇടി കൊടുക്കണം. അന്നേരം അയ്യോ, അത് നല്ല മലയാളമല്ലേ, അത് നല്ല മലയാളമല്ലേ. അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോ എല്ലാരും അല്ലെങ്കിലും പിള്ളേർക്ക് മലയാളം അറിയത്തില്ല. അവരൊന്ന് തെറി പറഞ്ഞ അവർ അന്നേരം ചെന്ന് പറയാം, അയാൾ എന്നെ തെറി പറഞ്ഞെന്ന്.
അവൻ മലയാളം അറിയല്ലേ? സത്യം പറ തോമസ് കുടിച്ചാ. അവിടെ ദീർഘവർഷങ്ങളായി പാർത്ത് ജനിച്ചു വളർന്നവരുണ്ട്, അവരുടെ കാര്യമല്ല. 2-3 വർഷമായുള്ള അങ്ങോട്ട് പോയിട്ട് അവന് ഒന്നും. പണ്ടൊരുത്തം പോയിച്ച് 2 വർഷം കഴിഞ്ഞ് വന്ന് വെച്ചു, ഈ കായ എന്നാന്ന് തെങ്ങ ചൂണ്ടി വെച്ച്, ഇത് എന്നാ കായാന്ന്. ഇപ്പോൾ ഒരുത്തം പറഞ്ഞ്, നീ ഇത് ഇട്ട് കാട്ട് മോട്ടിച്ചാനല്ലോടാ ഇവിടുന്ന് ബോംബെ ചാടി പിന്നെ അവിടുന്ന് കപ്പലെ കയറി പുജറായി ചെന്ന് പമ്മി ഇറങ്ങിയേച്ച് കൊച്ചുവെള്ളത്തെ കയറി. കേട്ടിട്ടുണ്ട് ഞാൻ, എനിക്ക് അറിയത്തില്ലെങ്കിലും പണ്ട് കാലത്തൊക്കെ പോയ പല ആൾക്കാർക്കും വിദ്യാഭ്യാസം ഒന്നും അധികം ഇല്ല. പിന്നെ സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞപ്പോൾ കല്യാണക്കുറി കൊണ്ട് കൊടുത്തെന്നാ. സൈഡെല്ലാം ഗിൽറ്റ്. അറബിക്ക് വല്ലോ, അറബി എടുത്ത് ഭയങ്കര ഡിഗ്രിയാ. അപ്പൊ ചോദിച്ചു ഏത് യൂണിവേഴ്സിറ്റി? കുമ്പനാട് യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല. ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ. ഞാൻ കൊച്ചാക്കാൻ പറഞ്ഞതല്ല. ഇങ്ങനൊക്കെ പോയി 10 പുത്തനുമൊക്കെ കിട്ടി കഴിയുമ്പോൾ ചിലരൊക്കെ അഹങ്കാരം കൂടും. പക്ഷെ അന്നേരം വിനയമുള്ള ചിലരുണ്ട്. സമ്പത്ത് കൂടുമ്പോഴും ഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട്. അത് സമ്പത്ത് പാപമൊന്നുമല്ല. പുസ്തകം പഠിപ്പിക്കുന്ന പ്രമാണം സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളതാ. കുരുകില് മാറിപ്പോകുന്നത് പോലെ നിന്റെ കാശ് തീരും, നിന്റെ ആരോഗ്യം ഒരു അസുഖം വന്നാൽ മതി തീരും, നിന്റെ സാമുദായിക ബലം അതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ പൗലോസ് പറയാ, കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെട്. അപ്പൊ അല്പം കാശും പുത്തനും ചുറ്റുപാടും ഒക്കെ വരുമ്പോൾ ബന്ധം കൂടി. ഇവിടെ പുള്ളിക്ക് കാശുണ്ടപ്പം ബലവാനായപ്പോൾ എല്ലാ നിലയിലും ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് അയ്യോ ഗതികേട് പിടിക്കാൻ പോ നാശത്തിന് നിഗളിച്ചു. പിന്നെ യഹോവയോട് കുറ്റം ചെയ്തു. നിങ്ങൾക്ക് വചനം അറിയാം, അതുകൊണ്ട് എല്ലാം വായിപ്പിക്കുന്നില്ല. ഇവനെ കാശും പുത്തനും ചുറ്റുപാടുമായപ്പോൾ ഇവനകത്ത് പള്ളിക്കകത്ത് കയറി ധൂപം കാട്ടാനിരുങ്ങി. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, ഉസിയാവേ, ഇത് രാജാക്കന്മാരുടെ ശുശ്രൂഷയല്ല, ഇത് പുരോഹിതന്മാരുടെ. ഉടനെ അവൻ പറഞ്ഞു, ഞാനാ ഇപ്പൊ ഇത് ചില സഭയിലൊക്കെ ചിലരിരുത്തുന്നത് ചില സഹോദരന്മാരാ. സെൻട്രൽ പാസ്റ്റർക്ക് യാതൊരു വിലയില്ല. പുള്ളി ഇങ്ങനെ പേരിനിരിക്കുന്നതേ ഉള്ളൂ. സ്ഥലം മാറ്റത്തിന് ചോദിക്കുക, ചുണയുണ്ടേ എന്നെ മാറ്റാവോ എന്ന്. പുള്ളിക്ക് ഇനിയിപ്പോ ചുണയുണ്ടാകുമെന്ന് എനിക്കും വലിയ. അയ്യോ പണ്ടും ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെയാന്ന്. പിടിപ്പുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറും. സാധുക്കളാകുന്നവർക്ക് ഇപ്പോഴും മിഷൻറ്റേഷൻ തന്നെ. മിടുക്കന്മാരെല്ലാം അങ്ങനല്ലേ? ഞാൻ അങ്ങോട്ട് വരുമ്പോൾ നീ എന്നാ അന്തരീക്ഷം, സ്റ്റേജിൽ അന്തരീക്ഷം പോകുന്നേ. ദൈവത്തിന് മഹത്വം. എന്നാൽ നടത്തിപ്പുകാര് പറയുന്ന അനുസരിച്ച് പോകുന്നവരുണ്ട്. എന്റെ സഹോദരന്മാരെ, ദൈവദാസന്മാരെ, അവർക്ക് ഒരു കുഴപ്പവും വരികയല്ല. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടെല്ലാം മാറും. പക്ഷെ കർത്താവ് വരാൻ താമസിച്ചാൽ നിന്റെ സന്തതിക്ക് ഒരു കുഴപ്പവും വരികയല്ല. പക്ഷെ കടുംപിടുത്തത്തോടെ പിടിവാശിയോടെ നടത്തിപ്പുകാർക്ക് എതിരെ നിന്ന് ആരേലും പിടിവാശി വന്നെ കുറെ കഴിയുമ്പോഴൊക്കെ അനുഭവിക്കും. എന്നാൽ ദോഷമോ ഗുണമോ എന്താകട്ടെ, നടത്തിപ്പുകാരൊരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ അനുസരിച്ചാൽ ഒന്നുകൂടെ ഉറപ്പിച്ചും തറപ്പിച്ചും വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്ത് പറയാ, അവിടുത്തെ വരവ് താമസിച്ചാൽ നിനക്കും നിന്റെ സന്തതിക്ക് ഒരു കുഴപ്പവും വരികയല്ല. അറിയാത്ത വഴികള് ദൈവം തുറക്കും. ഉദ്ദേശിക്കാത്ത പാതകൾ ദൈവം വെട്ടി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ്. അവിടെ മുമ്പോട്ട് ഓടിച്ചു പോകാൻ സമയം പോകുന്നല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവന് പുരോഹിതന്മാര് ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യാൻ അകത്ത് ചെന്നു. ഇനി അതിന്റെ 19-ാം വാക്യം വായിച്ചേ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. കോപിച്ച് എടഞ്ഞ് പ്രശ്നമായി. സഭാകോളി വന്ന് വഴക്കുണ്ടാക്കരുത്. നിന്റെ പരിപ്പ് ദൈവം ഇളക്കും. ഏത് പൊന്നുമോനാന്നേലും. നിനക്ക് ചിലപ്പോൾ കാശ് കാണും, വിളവിനാൽ കുടുംബത്തിലെ ആയിരിക്കും, വിൽസൺ ജോസഫുമായിട്ട് പിടി കാണും, അല്ലെ കേന്ദ്രത്തിൽ പിടി കാണും, നിനക്ക് കാശുണ്ടായിരിക്കും, രാഷ്ട്രീയത്തിൽ സ്വാധീനം കാണും. പക്ഷേ നീ സഭയ്ക്കകത്ത് വന്ന് എന്തേലും ഇടംകേട് കാണിച്ചാൽ നിന്റെ ഞാൻ പറഞ്ഞോട്ടെ, അല്ലെ ഞാൻ പറയും, സഭ പ്രശ്നം ഉണ്ടാക്കേണ്ട സ്ഥലമല്ല. സഭ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന സ്ഥലമാണ്. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ ഭദ്രമായി കാത്തു. ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സമയമാ സഭ. ആ സഭാരാധനയ്ക്കിടയിൽ ആമേൻ ഈർച്ചവാളിന്റെ ശബ്ദമോ, വചനത്തിൽ കൂടെ അങ്ങ് പറഞ്ഞേക്കല്ലേ തോമസ് ഓടിച്ച, ഈർച്ചവാളിന്റെ ശബ്ദമോ ചുറ്റികയുടെയോ ആയുധത്തിന്റെ ശബ്ദമൊന്നും
കേൾക്കാൻ പാടില്ല. അവിടെ കേൾക്കേണ്ടതില്ല, സ്തുതി സ്തോത്രങ്ങളാ. അത്യാചാരന് മുമ്പിൽ നൃത്തം തുടങ്ങിടുവിൻ, തപ്പോടുകിന്നരങ്ങൾ വായിപ്പി. സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുവിൻ, തപ്പോടുകിന്നരങ്ങൾ വായിപ്പി. കൈതാളനാദമ പ്രശക്യ മുടങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ, ഹോശന. കൈതാളനാദമ പ്രശക്യ മുടങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ, ഹോശന. യാഗ്വേ സ്തുതിപ്പിനവൻ ശുദ്ധ മന്ദിരത്തിലാകുവാൻ ചെയ്തു നൂതി ഘോഷിപ്പി. യാഗ്വേ സ്തുതിപ്പിനവൻ വൈകായ സംവിധാന ഭംഗി പരിഗണിച്ച മകേശ്വര തുതികൾ ചെയ്തി. അന്റെ സമയത്തെ ഭയപ്പെടുന്നത് എന്റെ പ്രിയരെ, സഭയിൽ ദൈവത്തെ ആരാധിക്കാനാ വരേണ്ടത്. ഈ ഉസിയാവ് സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്ക പുള്ളി ബൈബിള് കൈ വെച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളെ കക്ഷത്തിലോട്ട് വെച്ചിട്ട്, പിന്നെ ചിലര് മര്യാദക്കാരാ, നീ ബൈബിൾ ഒന്ന് പിടിച്ചേ, ഞാൻ 2 കാര്യം പറഞ്ഞേച്ച്. അത് പിന്നെ കുറച്ചുകൂടെ ഒരു മര്യാദയുണ്ട്, അയാൾക്ക് അത്രയിലും ബഹുമാനമുണ്ടല്ലോ. പണ്ടൊരാൾ വഴക്കുണ്ടാക്കി പറഞ്ഞ് നോക്കിയിട്ട് പുള്ളിക്ക് എറിയാനൊന്നും കാണുന്നില്ല, പറഞ്ഞ് ഞാൻ ബൈബിൾ എടുത്തൊരു നോക്കിയപ്പോ കനമുണ്ടല്ലോ. പിന്നെ പറഞ്ഞ ഭാഷ ഞാൻ പൊതുവെ പറയുന്നില്ല. ക്രൂരമുഷ്ടിക്കും അടിയുണ്ടാക്കാനും പ്രശ്നം തീർക്കാനും പ്രചനമുണ്ടാക്കാനുമല്ല സഭ. തമ്മി കടിച്ചു കീറാനും തിന്നുകളയാൻ. ഗലാത്യ ലേഖനത്തിൽ അങ്ങനെയാണ്, തിന്നുകളയുന്ന. അതിനല്ല സഭ. ഒരാഴ്ച മുഴുവൻ നിന്നെ കാത്ത ദൈവത്തിന് എല്ലാവരോടും ഒന്നു ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സ്ഥലമാ, ദൈവത്തെ സ്തുതിക്കേണ്ട ഇടമാ. ഇവൻ പള്ളിക്കകത്ത് കയറി വഴക്കുണ്ടാക്കും. ഉസിയാവ് അങ്ങനെ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവന്റെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിച്ച് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ? യോ, സഭയെ 2 എണ്ണം വില്ലി നിൽക്കുക, അവിടെ എങ്ങനെ നമ്മൾ പ്രസംഗിക്കും? മറ്റവനിട്ട് കിട്ടുന്നതാകുമ്പോ ഇവൻ ഊറി, ഇവനിട്ടാന്ന് മറ്റവൻ ലൂയ. എന്തായാലും പ്രശ്നമാണ്. ആ കാലത്താണ് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പൊ ഇവൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നത്. ഇവനൊരു മകൻ ഉണ്ടായിരുന്നു, പള്ളിയിൽ കയറുകയല്ല. തോസുടിച്ച 27:1. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്ന് പേർ. അവൾ സാദോക്കിന്റെ പുത്രിയായിരുന്നു. അടുത്ത വാക്യം, അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്ത പോലൊക്കെ കുറെ കാര്യമൊക്കെ ഗുണമൊക്കെ ചെയ്തു, എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. അവൻ പള്ളി കയറുകയല്ല. അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട്. ഇവരുടെ കാലത്ത് യെശയ്യാവ് പ്രസംഗിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ ദൈവദാസന്മാർക്ക് അറിയാം, ചില പിള്ളേര് പള്ളി വരികയല്ല. അതിനാ പിള്ളേര് പള്ളി വരാത്ത. തന്ത കണ്ടോണ്ടാ എങ്ങനെ വരും? തന്ത കടന്ന് വഴക്കാ. പിന്നെ അവൻ എന്തിനാ? അവൻ പറയാം ഞാൻ സ്വർഗീയ വിരുന്നിൽ പോവാന്ന്. നിനക്ക് പള്ളിക്കകത്ത് നീ കമ്മിറ്റിയാ കുന്തമാ കോടാലിയാന്നും പറഞ്ഞ് പ്രശ്നത്തിനല്ലേ ഇരിക്കുന്നേ. പിന്നെ നിന്റെ സന്തതി ഇതിനകത്ത് വരുമോ? എന്നെ ആ ഭാഗത്തൊരു അന്തരീക്ഷത്തിന് വ്യത്യാസം. ഇന്ന് മിക്ക ഭാഗവും അന്തരീക്ഷം മാറും. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുന്നില്ല. ഇവരുടെ കാലത്ത് യെശയ്യാവ് പ്രസംഗിക്കുന്നത്. ഇനി പുള്ളിക്കൊരു മകനുണ്ടായിരുന്നു. അവന് ചെയ്തത് 28:24 വായിച്ച്. ആകാശ് 28:24. ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ല, ഉടക്കുക മാത്രമാണ്. അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു. അവൻ പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുകയല്ല. കൊച്ചുമോൻ വന്ന് പള്ളി, നല്ല ഫാമിലി. തീർന്നില്ല. യവന്റെ മകനാ ഹിസ്കിയാവ് അല്ലെങ്കിൽ യെഹസ്കിയാവ്. അവൻ ചെയ്തതോ അത് അവനും കുറെ ഗുണമൊക്കെ ചെയ്തു. എന്നിട്ട് ഇവൻ വേണ്ടാധീനവും ചെയ്തു. വായിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ
14 വായിച്ചേ. അപ്പോൾ യഹൂദ രാജാവായ യെഹിസ്കിയാവ് ലാക്കീഷിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. അശ്ശൂർ രാജാവായിട്ട് കയറി കൊമ്പ് അടുപ്പമായി. അടുത്തത്, ഞാൻ കുറ്റം ചെയ്തു. എന്തുവാ? എന്നെ വിട്ടു പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം. ഞാൻ തരാന്ന് പറ. അശ്ശൂർ രാജാവ് യഹൂദ രാജാവ് ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. സ്വോത്രകാഴ്ച എടുത്ത് കേസ് കളിച്ചെന്ന്. എടാ, പുനലൂരാന്നേലും കൊള്ളാം, മുളക്കുടയാന്നേലും കൊള്ളാം, തിരുവല്ല ചാരോനാന്നേലും കൊള്ളാം, കുമ്പനാട് IPC ആന്നേലും കൊള്ളാം, GP അവിടെ ഇല്ല, ഇനി അവിടെ ആന്നേലും കൊള്ളാം, അവൻ കല്ലുമലക്കാരാന്നേലും കൊള്ളാം. പാവപ്പെട്ട ദയ്യമക്കൾ വീട് പണിക്കാൻ പോകുന്നവരുണ്ട്, റോഡ് പണിക്ക് പോകുന്നവരുണ്ട്, റബ്ബർ വെട്ടുന്നവരുണ്ട്, വിദേശത്തുള്ളവരും കഷ്ടപ്പെട്ട. അല്ല, ചുമ്മാ രാവിലെ അറബി കൊണ്ട് കാജിറക്കുകയല്ല. അമേരിക്കയിലുള്ളവരും കഷ്ടപ്പെട്ട, നേഴ്സുമാരും എന്ത് കഷ്ടപ്പെട്ട. അങ്ങനെ ദൈവമക്കൾ ഓരോ ജോലിക്ക് അതിന്റെ ബദ്ധപ്പാടും കഷ്ടപ്പാടുമുണ്ട്. അടുക്കളപ്പണി ചെയ്യുന്ന, പാത്രം കഴുകാൻ പോകുന്ന മാന്യ സഹോദരിമാരുണ്ട്. അവരൊക്കെ ചെയ്ത ജോലിയുടെ ഒരു നന്മ കർത്താവിന്റെ വേലയ്ക്ക് സ്വോത്രകാഴ്ച ഇടുമ്പോൾ നേതാക്കന്മാരാകുന്ന മിടുക്കന്മാർ ഈ കാശ് എടുത്ത് കേസ് കളിച്ചാൽ അടിച്ച് നിന്റെ എല്ലാം ഇടപാട് തീർത്ത് നിന്റെ എല്ലാം കുടുംബത്തെ ദൈവം കുളത്തോട്ടും. ഇതെനിക്ക് പുനലൂരും മുളക്കുടയിലും കുമ്പനാട്ടും ഒക്കെ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പറയിപ്പിക്കുമോ? നല്ല ജയിലായി. പിന്നെ ഇവിടേലും എന്നെ പറയിപ്പിക്കുന്നല്ലോ. ഞാൻ കൃതാർത്ഥനാ. ദൈവത്തിന് മഹത്വം. ഓരോ രൂപയ്ക്കും വിലയുള്ളതാ. ദൈവത്തിന് ഇത് കേസ് കളിക്കാനുള്ളതല്ലെന്ന്. ഇത് അവൻ വക്കീലിന് കൊടുക്കാനുള്ളതല്ല. ഇത് അവൻ വാദിക്കാനുള്ളതല്ല. അങ്ങനെ പ്രശ്നം വരുമ്പോ സഭ ചെയ്യേണ്ടത് മുട്ടാലിരിക്കണം, മുടങ്കാലിരിക്കണം. നീ മുടങ്കാലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വഴി തുറക്കും. ദൈവത്തിന് മകത്ത്. എന്റെ ദൈവദാസന്മാരെ സങ്കടത്തോടും മനോവേദനയോടാണ് ഇതൊക്കെ പറയുന്നത്. അവൻ സ്വോത്രം. ഹിസ്കിയാവ് ഇത് മുഴുവൻ എടുത്ത് അശ്ശൂർ കപ്പം കൊടുത്തെന്ന്. ഈ കേസ് കളിക്കുന്ന കുടുംബം വിറ്റേച്ചാണോ സഭയുടെ കേസ് കളിക്കുന്നേ? ദൈവത്തിന് മഹത്വം. ഒരെണ്ണത്തിന് ദൈവം വിടുകയല്ല, ദൈവത്തിന് മഹത്വം. 1 രൂപയ്ക്ക് വിലയുള്ളതാണ്. ചിലടത്തൊക്കെ എത്ര സ്വോത്ര കാഴ്ചയാ. അയ്യോ, അങ്ങ് കൊള്ള സങ്കേതത്തിൽ ചെന്ന പോലെ. പണ്ട് ചമ്പൽക്കാട്ടി പൂലാൻ ദേവി തോക്ക് കാണിച്ച് കാശെടുക്കടാന്ന്. ഇവിടെ തോക്കില്ലെന്നേ ഉള്ളൂ. നാളെടുത്താൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നില്ല ഏറ്റവും മുടുത്തത് ഇടാൻ. അയ്യോ, വണ്ടിക്കൂലിക്ക് മാത്രമോ കയ്യിൽ? എന്തൊരു അക്രമമാണെന്നോർത്ത്. ഇവിടെ ഇത് ദൈവത്തിന്റെ വേലയാണ്. ദൈവം വഴി തുറന്നോളും. ഇവിടെ കിടന്ന് പണ്ടപ്പര് പറഞ്ഞ ആർത്തിപ്പണ്ടാരമായിട്ട് ചുമ്മാ കിടന്ന് തണ്ടരുത്. നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുതരും. അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നുമായി പറയാൻ അനുഭവിച്ചവരായി ഇതിനകത്തിരിക്കുന്നവര്. ദൈവത്തിന് മകത്ത് ഇരിക്കുന്നിടത്ത് ദൈവം ആകാശം തുറന്ന് ഇറക്കി തരുമെന്നേ. ദൈവത്തിന് മഹത്വം. കേട്ടിട്ടുണ്ട്. ഇപ്പൊ TC കോശി അവരുടെ കാര്യം പറഞ്ഞ കൊണ്ട് കല്ലിശ്ശേരി വേല അപ്പച്ചൻ ഒത്തിരി അനുഭവ സാക്ഷ്യമുണ്ട്. അതെല്ലാം അദ്ദേഹം പറയാറുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. എങ്കിലും സന്ദർഭം കല്ലിശ്ശേരി വേല അന്ന് ഭക്തൻകുട്ടി അപ്പച്ചൻ വേല ചെയ്യുന്ന കാലമാണ്. സങ്കേതമുണ്ട് കല്ലിശ്ശേരിയില്. അർത്ഥപ്പട്ടിണി, മുഴുപ്പട്ടിണി, 3 ദിവസം പട്ടിണി, ഒന്നുമില്ല. രാത്രിയിൽ ഇങ്ങനെ പുകയ്ക്കുന്നുണ്ട്. 3 ദിവസം മുഴുപ്പട്ടിണി, വളരെ ബുദ്ധിമുട്ട്. വേല ചെയ്യാന്ന് TG ഉമ്മച്ചൻ അവർകളും പത്തിച്ചറയോനാച്ചനും ഒക്കെ ഒന്ന് യോഗം നടത്തി. ഭക്ഷിക്കാനൊന്നുമില്ല, കൊടുക്കാനും ഒന്നുമില്ല. അന്നത്തെ കാലം കേട്ടിട്ടുണ്ട്. ദൂരെന്ന് വന്നൊരു വണ്ടി വാതൊക്കെ വന്നപ്പം ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ അവർ പാതിരാത്രി സമയം അവരിങ്ങനെ നോക്കി, മനുഷ്യവാസം വല്ലതും അടുത്തുണ്ടോ. അപ്പോൾ ഒരു അരണ്ട വെളിച്ചം കണ്ട് നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ അതിനകത്തിരുന്ന് ഭക്തൻകുട്ടിയപ്പച്ചൻ സ്വോത്രം ചെയ്യുക, ദൈവം വഴി തുറക്കാൻ വേണ്ടി. ചെന്നിച്ചിരി വെള്ളം ചോദിച്ചു, വെള്ളം എടുത്തു കൊടുത്തു. അവരാ വണ്ടിയെല്ലാം അതിൻ്റെ എന്തോ ടയറിനോ എന്തോ ഒക്കെ ബുദ്ധിമുട്ട് വന്നു.
അപ്പൊ ആ വണ്ടിയിൽ വേറെ 2-3-4 പേരുണ്ടായിരുന്നു. കുറച്ചേറെ സാധനം കൊണ്ട് വെച്ചേച്ച് പറഞ്ഞു, ഇതൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക, ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പം ഇതിൻ്റെ നന്നാക്കി പിന്നെ താമസിക്കും, ചീത്തയാക്കി ഇതെടുത്തോളാൻ. കുറേയേറെ ഭക്ഷണ സാധനങ്ങൾ, കുറച്ച് പലചരക്ക് സാധനവും. ദൈവം വഴി തുറക്കുവോ? ദൈവം നീ ഇരിക്കുന്നിടത്ത് കൊണ്ടുവരുമെന്നായി പറഞ്ഞത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ എത്ര 100 സംഭവങ്ങൾ ഞാൻ സന്ദർഭമായിട്ടൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വിത്തറി പറയാനുണ്ട്. ആ പന്തലിരിക്കുന്നവരുടെ കല്ലോട്ട് മൈക്ക് കൊടുത്ത് ഇതുപോലെ ആയിരക്കണക്കിന് വിഷയം പറയും. ദൈവം തുറക്കും, ദൈവം തുറക്കും, ദൈവം തുറക്കും. കാക്കകളെ നോക്കിയിട്ട് മീൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്ത് കള്ളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ ചേർന്ന് നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ ഉന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ ിടുമ്പോൾ എനിക്കായി കരുതുവാൻ ഒന്നോ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമരിൽ. എനിക്കായി കരുതുവാൻ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ലെന്നായി പറഞ്ഞാൽ. അപ്പൊ ഇവന് ഈ ദൈവാലയത്തിലെ നന്മയെല്ലാം എടുത്ത് അശ്ശൂർ രാജാവിന് കൊടുക്കും. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ ദൈവദാസന്മാരെ. യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാക്കീശിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു മടങ്ങിപ്പോകണമെന്ന് നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചു. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴയല്ല ഞാൻ നിനക്ക് അടച്ചുകൊള്ളാന്ന്. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. എങ്ങനെയുണ്ട്? വല്യപ്പൻ പള്ളിക്കകത്ത് വടക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകല, കൊച്ചുമോൻ പള്ളി പൂട്ടി, കൊച്ചുമോന്റെ മകൻ പള്ളിക്കകത്തതെല്ലാം കൂടെ എടുത്ത് കൊടുക്കുക മാത്രമാണോ? 17-ാം വാക്യം വായിച്ചേ. എങ്കിലും അശ്ശൂർ രാജാവ് തർത്താനെയും. അല്ല, അതിന്റെ മേളിലത്തെ വാക്യം. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്ന് പറിച്ചെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തയച്ചു. എവിടെ പൊതിഞ്ഞിരുന്നതാ? വായിച്ചേ. കട്ടിളകളിലും കട്ടിളയിലും വാതിലുകളിലും. ഇത് അന്ന് മുതലേ പറിച്ചെടുപ്പുണ്ടായിരുന്നു. നമ്മളോർക്ക് നീ അടുത്ത കാലത്ത് അനല്ല, അവനതെല്ലാം കൂടെ പറിച്ചെടുത്ത്. അപ്പൊ ഇപ്പൊ പറിച്ചെടുക്കുന്നവരുടെ വല്യപ്പനാണ് ഹിസ്കിയാവ്. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ എൻ്റെ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് വിൽസൺ ജോസഫ് പാസ്റ്റർ പേടിച്ചിരിക്കുന്നു. ഇനി ഇയാൾ എന്നാ പറയാൻ പോകുന്നത്? എൻ്റെ പടലി ഒന്നുമില്ല, സമാധാനത്തോടെ സ്വോത്രം പറഞ്ഞിരിക്കും, ഒരു കുഴപ്പവും. ചില വെളിവൊക്കെ എനിക്കുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ വല്യപ്പൻ സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ സഭയെ കയറുകയല്ല, കൊച്ചുമോൻ സഭാഗോള് പൂട്ടി, കൊച്ചുമോന്റെ മോൻ സഭയിലിരുന്നതെല്ലാം കൂടെ പറിച്ചെടുത്ത് തീർന്നോ? ഇല്ല, ഇവനൊരു മോനുണ്ട്, അവന്റെ പേര് തന്നെ എന്താ മനേഷ്. ഹിസ്കിയാവിന്റെ അതൊക്കെ 15 വർഷം കൊടുത്തപ്പോ അതിന്റെ 2-ാം കൊല്ലം ഉണ്ടായത് ഇതുപോലൊരു നാശക്കൊള്ളി. 21-ന്റെ 1 വായിച്ചത് യുവദാസനെ. 21-ന്റെ 1. മനേഷ് വാഴ്ച തുടങ്ങി. മനേഷ് നല്ല പൊന്നുമോന. വാഴ്ചയെ തുടങ്ങിയപ്പം അവന് 12 വയസ്സായിരുന്നു. ഒത്തിരി പ്രായം. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. അവങ്ങ് വാണു. ഇവന്റെ ഒരു കുഴപ്പടി. 7-ാം വാക്യം വായിച്ചേ. ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രത്തിലും. ഒന്നുകൂടെ വായിച്ചേ 7-ാം വാക്യം. ഈ ആലയത്തിലും. അങ്ങനെ വായിക്കൂ. ഈ ആലയത്തിലും. പിന്നെ ഈക്കൊക്കെ എന്ത് ആക്കം കൊടുക്കണമെന്നറിയോ? ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും
തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. എങ്ങനുണ്ട്? ദൈവം തമ്പുരാൻ തേജസ് ഇറങ്ങുന്ന ദൈവാലയത്തിൽ മോശ പ്രമാണമെല്ലാം കൂടെ കേട്ട് നിയമപ്രകാരം കൂടാരം പണിതു. കൂടാരം കൽപ്പിച്ചതുപോലെ. അങ്ങനെയാണ്ട് 40:16 ഒന്ന് വായിച്ചേ. 40:16 പുറപ്പാട്. കൽപ്പിച്ചതുപോലെ ഒന്ന് വായിച്ച. 40:16 അല്ലേ? മോശ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. കൽപ്പിച്ചതുപോലെ ഒക്കെയും. അങ്ങനെ കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു. 40-ാം വാക്യം. ഈ കണ്ണിക്ക് ഇതത്ര 30 34 അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. അപ്പോൾ എപ്പോൾ? കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോ. ഒരു കാര്യം തെളിയിക്കാം. ആ ഭാഗത്ത് ഈ 40-ാം അധ്യായത്തിൽ 8 പ്രാവശ്യമുണ്ട് കൽപ്പിച്ചതുപോലെ. ഇപ്പം വായിച്ച 16-ാം വാക്യം വായിച്ചത് സൂക്ഷിച്ചാ. അങ്ങനെ ചെയ്തു. മോശെ അങ്ങനെ ചെയ്തു. അപ്പം അത് 16-ാം വാക്യം. ഇനി അതിന്റെ 19-ാം വാക്യം വായിച്ചേ. അവൻ മൂടുവിരി തിരുനിവാസത്തിന്മേൽ വിരിച്ചു, അതിന്മീതെ മൂടുവിരിയുടെ പുറമൂടിയും വിരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ 21-ാം വാക്യം വായിച്ചേ. പെട്ടകം തിരുനിവാസത്തിൽ കൊണ്ടുവന്നു, മറയുടെ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം മറച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ 23-ാം വാക്യം വായിച്ചേ. അതിന്മേൽ യഹോവയുടെ സന്നിധിയിൽ അപ്പമെടുത്ത് അടുക്കി വെച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 24-ാം വാക്യം വായിച്ചേ. സമാഗമന കൂടാരത്തിൽ മേശയ്ക്ക് നേരെ തിരുനിവാസത്തിന്റെ തെക്കുവശത്ത് നിലവിളക്ക് വെക്കുകയും യഹോവയുടെ സന്നിധിയിൽ ദീപം കൊളുത്തുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 29-ാം വാക്യം വായിച്ചേ. ഹോമയാഗപീഠത്തിനും സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ വാതിലിലും മുൻവശത്ത് വയ്ക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 38 വായിച്ചേ. ഇസ്രായേല്യരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ ആലയത്തിൽ യഹോവയുടെ തേജസ് ഇറങ്ങി. അങ്ങനെ തേജസ് ഇറങ്ങിയ ആലയത്തിൽ മനേശെ അവൻ വേറെ ബിംബം കൊണ്ട് സ്ഥാപിച്ചു. ആർക്കെങ്കിലും വല്ലതും പറയാൻ പറ്റുമോ? 5-ാം തലമുറയാ പെന്തിക്കോസിലെ. ചില പറയുക കീറുവാനോട് ഞങ്ങൾ പെന്തിക്കോസിലെ 5-ാം തലമുറ വന്നപ്പം മീശയും അടിക്കുകയല്ല, ഊജാന്താടിയും വെച്ച് പിരിയോം അടിച്ച് ലിപ്റ്റിക്ക് വിട്ട് ഇപ്പൊ കയ്യിൽ മോതിരോ ഇട്ട് ഓർണമെന്റ്സ് വിട്ട് 5-ാം തലമുറ മിക്കതും. എന്നാ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ 5-ാം തലമുറയുടെ കീറുവാണോ ഒന്നും പറയണ്ട. 1-ാം തലമുറയുടെ വേണേ പറഞ്ഞു ഒക്കുന്നെങ്കിൽ 2-ാം തലമുറ. എന്നാ നിങ്ങൾക്കല്ല ഒരു അരുതാഴിയ പോലെ. 5-ാം തലമുറ വന്നപ്പോ അകത്ത് കൊണ്ട് ഓരോന്ന് സ്ഥാപിക്കുന്നെന്ന് ആർക്കാലും വല്ലോ എതിർക്കാൻ പറ്റുമോ? ഉടനെ പറയും ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ണുണ്ണി സാറിന്റെ കാലം മുതലോ സാറപ്പച്ചൻ വല്ലതും മിണ്ടാൻ പറ്റുമോ? ടി.ജി. ഉമ്മച്ചനപ്പച്ചൻ ആയിക്കോട്ടെ, അതിനെന്നെ PM ഫിലിപ്പിന്റെ കാലം ആയിക്കോട്ടെ, വല്ലതും മിണ്ടാൻ പറ്റുമോ? 5-ാം തലമുറ വന്നപ്പോ എങ്ങനായി? അശേര പ്രതിഷ്ഠയെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ട് സ്ഥാപിച്ചു. ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്തുകയല്ല, നമുക്കെല്ലാം ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ദൈവത്തിന് മകത്ത് പള്ളിക്കകത്ത് വടക്കുന്നാക്കുന്നവൻ, പള്ളി കയറാത്തവൻ, പള്ളി പൂട്ടിയവൻ, പള്ളി സാധനം എടുത്ത് പറിച്ചു കൊടുക്കുന്നവൻ, പള്ളിക്കകത്ത് ബിംബം കൊണ്ട് സ്ഥാപിച്ചവൻ. ഇവരുടെ കാലത്തായ യെശയ്യാവ് ശുശ്രൂഷിച്ചത് 50 കൊല്ലം.
വലിയ ബുദ്ധിമുട്ടാ. എന്നാൽ ഒരു കാര്യം പറഞ്ഞങ്ങ് വിടാ, ഈ 50 കൊല്ലം യെശയ്യാവ് ഇവിടെ ശുശ്രൂഷിക്കാൻ കാരണം എന്നാ? കാരണം സുവിശേഷ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു, അതുകൊണ്ടാ ഇങ്ങനെ ശുശ്രൂഷിച്ചേ. ആ വാക്യം ഒന്ന് വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 40-41 വായിര്. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവിടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. ആ തേജസ് കണ്ടത് കൊണ്ടാ പള്ളി വഴക്കുണ്ടാക്കിയവന്റെ കാലത്ത് പുള്ളി ശുശ്രൂഷിച്ചത്. ആ തേജസ് കണ്ടത് കൊണ്ടാ പള്ളി കയറാത്തവന്റെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിച്ചേ. ആ തേജസ് കണ്ടത് കൊണ്ടാ പള്ളി പൂട്ടിയവന്റെ കാലത്തും ഈ യെശയ്യാവ്. ഞാൻ എൻ്റെ സഹപഠന്മാരോടൊരു കാര്യം പറയാം, എല്ലാവരോടും പറയാം. പള്ളി വടക്കുണ്ടാക്കുന്നവൻ കാണും, പള്ളി പൂട്ടുന്നവൻ കാണും, പള്ളി സാധനം എടുത്ത് വിൽക്കുന്നവൻ കാണും. പക്ഷെ നീ അതൊന്നും കാണണ്ട, നീ യേശുവിന്റെ തേജസ് കാണണം. ദൈവത്തിന് മഹത്വം. യേശുവിന്റെ തേജസ് കണ്ടാ മതി. ഈ വാക്ക് കാഴ്ച ഒന്നും കാണാതിരിക്കുന്നതാ നല്ലത്. കാണാനാന്ന് എന്തെല്ലാം ഉണ്ടില്ലേ? അയ്യോ, എന്തെല്ലാം ഉണ്ട് കാണാൻ, കാണിക്കാൻ എന്തെല്ലാം ഉണ്ട്. പണ്ട് ഭീമൻ കണ്ടതുപോലെ കല്ലോലജാലം കളിക്കുന്ന കണ്ടു, അത് പുള്ളി അത് കണ്ടു. കമലമണി നിറമുട്ടയ കമലം അത് കണ്ടു, അതും കണ്ടു. കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, അതും കണ്ടു. പുല്ലുമയ്ക്കൊട്ട് ചട്ടില്ല ചില വട്ടവും അത് കണ്ടു. അന്നങ്ങളങ്ങൂ പറക്കുന്ന കണ്ടു. അനതരനമവയ്ക്കൊട്ടയ്ക്ക് നടനം അത് കണ്ടു, അതും കണ്ടു. ചക്രവാകങ്ങളുടെ വിക്രമം കണ്ടു, അതും കണ്ടു. മാരാരിക്കൂറ്റൻ മതിക്കുന്ന കണ്ടു. ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു. ഗന്ധദ്വീപം വന്നിറങ്ങുന്ന കണ്ടു. എന്തെല്ലാം കാണാനുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ഇതല്ല കാണേണ്ടത്, യേശുക്രിസ്തുവിന്റെ തേജസ്. ഈ ലോകം അല്ലാത്ത ലോകം, ആത്മീക ലോകം അല്ലാതെ വഷളത്വത്തിലേക്ക് പോകുക, അതൊക്കെ പോകട്ടെ. പക്ഷേ വെളിപ്പാട് പുസ്തകക്കാരൻ പറയുമ്പോൾ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്ക്, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, യേശു വീണ്ടും വരുന്നു. അതുകൊണ്ട് എന്റെ സഹപഠന്മാരെ, ദൈവമക്കളെ, ഞാനും നിങ്ങളും കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ തേജസ് കാണണം. യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. കണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ അതും ഇതും കണ്ടതല്ല, എന്തെല്ലാം കാര്യമാ ദൈവം അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുത്തത്. ആ കർത്താവിനെ പറ്റി എന്തുവാ ഇത് കണ്ടതങ്ങനെ? യെശയ്യാവ് തേജസ് കണ്ടതെങ്ങനെ? കണ്ടതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞത് 6-ാം അധ്യായത്തിന്റെ 1 വായിച്ചോ, ചടികടാന്ന് വായിച്ചോ. രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത്. രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ. ഉസിയാവ് മരിച്ചയാണ്ടെന്നുള്ളത് കണക്ക് കൊടുത്തുള്ള കാലക്കണക്ക് കൊടുത്തതാ. നമ്മൾ ചിലപ്പം പറയും നിന്റെ ജീവിതത്തിന്റെ ഉസിയാവ്. ഞാനും പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉസിയാവ് മരിച്ചെന്ന് പറഞ്ഞത് ഒരു കണക്കാ. ഇന്ന രാജാവ് മരിച്ചയാണ്ടിൽ, അല്ലെ ഇന്ന രാജാവ് മരിച്ചയാണ്ടിൽ ഉസിയാവ് മരിച്ച. ഇതുപോലെ വേറൊരു കണക്കുണ്ടല്ലോ, മരിച്ചയാണ്ട് 14:28 വായിച്ച യെശയ്യാവ് 14:28. അവിടെ മരിച്ച കണക്കല്ലേ? ആകാശ് രാജാവ് മരിച്ചയാണ്ടിൽ അവിടെ അങ്ങനെ തന്നെ കൊടുത്തത്. ആകാശ് രാജാവ് അതാ കണക്ക് തെളിയിക്കാനാ, ചരിത്രം തെളിയിക്കാൻ പറഞ്ഞതാ. മറുവശമുണ്ട്, ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ഒരു സിംഹാസനം കാണുന്നു, ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത് യേശുക്രിസ്തുവിനെ കണ്ടെന്ന, തേജസ് കണ്ടെന്ന. അത് ഈ 6-ാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നു, തേജസ് കണ്ടു. അതിന് വേറൊരു ചരിത്രവശം. ഉസിയാവ് ഇവര് ബന്ധുക്കളാ, രാജകുടുംബത്തിൽപ്പെട്ടവരാ. അപ്പൊ ഉസിയാവിന്റെ ഭരണം നല്ലതായിരുന്നു. ആള് പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കിയാലും ഭരണം ചെല്ലുപടത്തില്ലേ. പുള്ളി ആരാധിക്കത്തൊന്നുമില്ല, പക്ഷെ ഭയങ്കര കഴിവാ എല്ലാം നിയന്ത്രിക്കാൻ. നമ്മൾ പറയത്തില്ലേ എന്നെ പറ്റി. പുള്ളി ജനറൽ കൺവെൻഷന് വന്നാലും, സ്റ്റേറ്റ് വന്നാലും, ഡിസ്ട്രിക്ട് വന്നാലും, സോണൽ വന്നാലും പുള്ളി കൈയടിക്കുവോ പാടുവോ ഇങ്ങനെ ആരെ വിഴുങ്ങേണ്ടെന്ന് ഓർത്ത് ഇരിക്കും. പക്ഷെ ഭയങ്കര, അതിന് ഒരു ഇംഗ്ലീഷ് വേർഡുണ്ട്, എന്തുവാ അതിന് പറയുന്നത്? അത് സാമ്പനച്ചിൽ പറയാൻ, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറയാൻ. അഡ്മിനിസ്ട്രേഷൻ. അത് തന്നെ. അതെല്ലാം പറ, വെറുതെ ഇരിക്കല്ലേ, ഇതുകൂടെ പറഞ്ഞു വെച്ചു പോകും. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും ഞങ്ങൾ ഒത്തിരി വർഷം മുമ്പ് നമ്മൾ അനുജോർജിന്റെ വീട്ടിൽ വെച്ച് ആദ്യം കാണുന്നല്ലേ. അത് 30 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു. അന്ന് മുതലുള്ള ആത്മീക ബന്ധമാണ്. ദൈവത്തിന് മഹത്വം. യെശയ്യാവ് തേജസ് കണ്ടു യേശുക്രിസ്തുവിന്റെ.
അപ്പൊ ഇവര് ബന്ധുക്കാരായതുകൊണ്ട് ഉസിയാവ് ഈ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കിയാലും പുള്ളി ഭരണത്തിന് നല്ല മിടുക്കനാ. ഉസിയാവിന്റെ കാലത്ത് ഭരണം നല്ലതാ, കാരണം പുള്ളി കൃഷിപ്രിയനായിരുന്നു. ഉസിയാവ് കൃഷിപ്രിയൻ, ജലസേചനമൊക്കെ പുള്ളിയുടെ കാലത്താ രാജ്യത്ത്. എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് പുള്ളി കൈകാര്യം ചെയ്തു. ഈ ഉസിയാവ് കൃഷിപ്രിയനായിരുന്നെന്നാ വാക്യം. കിണറുമൊക്കെ കുടിച്ചു, വെള്ളത്തിന് പഞ്ഞമൊന്നുമില്ല, കൃഷി അതുകൊണ്ട് നന്നായി. കന്നുകാലികൾക്കും വലിയ പ്രാധാന്യം കൊടുത്തു. ഫാമും ഒക്കെ പുള്ളിയുടെ കാലത്താണ്. രാജ്യത്തിന് വലിയ ഗുണമാണ്. നമ്മൾ ചിലരെ പറ്റി പറയില്ല, ഇച്ചിരി കുടിക്കുമെന്നേ ഉള്ളെങ്കിൽ സഭായോഗം മുടക്കുകയല്ല, നമ്മൾ പറയത്തില്ലേ. പുള്ളി തെറിയൊക്കെ പറയും, എന്നാലും ദശാംശ സമയത്ത് കൊണ്ട് ഒരാൾ പറഞ്ഞ് 2 തെറി പറഞ്ഞാൽ എന്നാ കാര്യം നടക്കുന്നില്ലേ? അമ്മാമ്മ ഞൊണയും കൊതിയൊക്കെ പറഞ്ഞാലും ആത്മാവിൽ ബലപ്പെടും. വന്ന ഒരരങ്ങ, അങ്ങനെ തന്നെ അരങ്ങായിട്ടിരിക്കട്ടെ. അപ്പോൾ ഈ ഉസിയാവ് ഇദ്ദേഹം ഈ പള്ളി വഴക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും പുള്ളി ഭരണത്തിൽ മിടുക്കനാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഉസിയാവ് മരിച്ചപ്പോ യെശയ്യാവിന്റെ അകത്തൊരു ചിന്ത, ഇനി രാജ്യത്തിന്റെ ഭാവി എങ്ങനാകും, രാജ്യം ആര് ഭരിക്കും, ഇനി ആ കസേര ആരിരിക്കും, ഇനി ഇരുന്നാൽ ശരിയാകുമോ? ഇങ്ങനെയുള്ള ചിന്ത തന്റെ ഉള്ളിൽ കയറിയപ്പോൾ കർത്താവ് അതിന്റെ മറുപടി കൊടുക്കുക, യെശയ്യാവേ, ഉസിയാവ് മരിച്ചു, ആ സിംഹാസനം വെറുതെ കിടക്കുന്ന, ഇനി ആയിരിക്കും, നീ ഭാരപ്പെടേണ്ട, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഞാനിരിപ്പുണ്ട്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഞാനിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നാളെ എങ്ങനെ ജീവിക്കും, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ, ഭാവി എങ്ങനെ, വീടിന്റെ കാര്യം എങ്ങനെ, മക്കളുടെ കാര്യം എങ്ങനെ, ശുശ്രൂഷയുടെ കാര്യം എങ്ങനെ എന്നോർത്ത് ആരേലും ഞരങ്ങുന്നുണ്ടെങ്കിൽ വചനത്തിൽ കൂടെ ദൂത് പറയാ, നിരാശപ്പെടേണ്ട, പതറണ്ട. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി ഒരുവൻ ഇരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഉയർന്നും പൊങ്ങിയും. അപ്പോൾ ഓടിച്ച് പറയാം, 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുക. യോഹന്നാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടെന്നല്ലേ, കണ്ടത് വിധവ. 6-ാം അധ്യായത്തിൽ സിംഹാസനം. ഇനി പെട്ടെന്ന് ഇടയ്ക്കത്തെ എല്ലാം ഞാനങ്ങ് വിടുക, കാരണം സമയമാകുന്നല്ലോ. എനിക്ക് ഇതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും കിട്ടിയ എൻ്റെ രീതി അനുസരിച്ച് പറയാം. പക്ഷേ നമുക്ക് നാളെ സഭായമുണ്ട്. നിങ്ങളെക്കാൾ എല്ലാം ദൂരെ പോകേണ്ട ആളാണ് ഞാൻ. എനിക്ക് നാളെ അങ്ങ് തമിഴ്നാട്ടിൽ ചെല്ലണം. ഇന്ന് രാത്രി ഞാൻ തിരിക്കും, അത് വേറെ വിഷയം. അത് കഴിഞ്ഞേച്ച് വൈകിട്ട് തിരിച്ചും വരണം. നിങ്ങളെക്കാളെല്ലാം കൂടുതൽ യാത്ര ചെയ്യേണ്ട ആൾ ഞാനാ. പകലുമൊക്കെ ഉണ്ടായിരുന്നു ബത്തപ്പാടാ. ഇനി നിങ്ങളങ്ങോട്ട് ചെന്ന് വെച്ചാൽ ഉണക്കച്ചപ്പാത്തി 2 എണ്ണം മുറിച്ച് വെച്ച് കയറി കിടക്കാനല്ലയോ? അതും എനിക്കറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഉള്ളതാട്ടെ. അപ്പൊ ഈ 6-ാം അധ്യായത്തിൽ അവൻ സിംഹാസനം കണ്ടു യെശയ്യാവ്. ഇനി 53-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. 53-7. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും പിന്നെ അവൻ പീഡിപ്പിക്കപ്പെട്ടു. അടുത്തത്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും. 53-ൽ ഒരു കുഞ്ഞാടിനെ കാണുന്നു. 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുന്നു. 53 കുഞ്ഞാടിനെ കാണുന്നു. രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാറിയിരിക്കുന്ന ഒരു കുഞ്ഞാട്. ഇതാ യെശയ്യാവ് കണ്ടത്. ഇത് യെശയ്യാവ് 6-ൽ സിംഹാസനവും 53-ൽ കുഞ്ഞാടും. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വായിച്ച് വെളിപ്പാട് 5:1 അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന കാണാം. വെളിപ്പാട് 5:1 പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. ബഹുമാനപ്പെട്ട മാസ്റ്റർ വാച്ചയിലൊക്കെ നോക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ. അപ്പൊ 5-ാം അധ്യായത്തിന് 1-ൽ സിംഹാസനം കാണുന്നു. ഇനി അതിന്റെ 5-ന്റെ 7 വായിച്ചേ. 7 അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും. 5-ാം വാക്യം വായിച്ചോ. 5-ന്റെ 5. അപ്പോൾ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുവായും പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാനും ജയം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യെശയ്യാവ് 6-ൽ സിംഹാസനം, 53 കുഞ്ഞാട്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5-ന്റെ 1-ൽ സിംഹാസനം, 5-ന്റെ 6-ൽ കുഞ്ഞാട്. ഇനി വെളിപ്പാട് 7-ാം അധ്യായത്തിന്റെ 10 അടുത്തടുത്ത് വരിക. ഞാൻ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ഇപ്പൊ അടുത്തടുത്ത് കുഞ്ഞാട് വരിക. സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും. ഇനി അതിന്റെ 17 7-17 വായിര്.
സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അടുത്ത് വന്നല്ലോ കുഞ്ഞാട് സിംഹാസനവും. യെശയ്യാവ് 6 സിംഹാസനം, 53 കുഞ്ഞാട്. അത് വെളിപ്പാടിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 5:1 സിംഹാസനം, 5:5 അടുത്ത് വരിക കുഞ്ഞാട്. വെളിപ്പാട് 7:10 ആദ്യത്തിൽ വാക്യത്തിന്റെ ആരംഭത്തിൽ സിംഹാസനം, ഒടുവിൽ കുഞ്ഞാട്. വെളിപ്പാട് 17 7:17 കുഞ്ഞാട് സിംഹാസനം ഒന്നിച്ചു വന്നു. ഈ കാഴ്ച യെശയ്യാവ് കണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കാണേണ്ടത് ദൈവ കുഞ്ഞാടിനെയാ. അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങുമെന്ന് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി അവൻ പങ്കപ്പാടുകളെ പീഡകളെ സഹിച്ച് നമ്മുടെ പാപപരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന അവൻ ശരീരം നുറുക്കപ്പെട്ട് രക്തം ധാരധാരയായി തൊടുകി അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്ന ദൈവ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്, യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്ന്, കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്ന്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന്, യോഗ്യനായ കുഞ്ഞാടെന്ന്, ജയം പ്രാപിച്ച കുഞ്ഞാടെന്നും, കോപത്തിന്റെ കുഞ്ഞാടെന്ന്, വിളക്കാകുന്ന കുഞ്ഞാടെന്ന്, അവൻ സ്തോത്രം വേള കടിക്കാൻ വരുന്ന കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞാടിനെ വേണം ദർശിക്കാൻ. ഈ വാച്ച് കറക്റ്റാന്ന് 5 മിനിറ്റും കൂടെ ഉണ്ട്. ഇത് കറക്റ്റാണോ അല്ലേ? എന്നാ 5 കൂടെ എടുക്കും. നിങ്ങൾ കിടന്ന് മുരടുകൊന്നും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഇരുന്ന് നടത്തിപ്പുകാരൻ ഉപദേശി ചൊവ്വിനിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കാൻ പുള്ളിയാണ്. സമയം വന്ന പുള്ളി ഇങ്ങനെ മുന്നോട്ട് കയറി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരാൻ പറഞ്ഞ് കയറിയിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ തള്ളി മുന്നോട്ട് വരുന്നത്. ദൈവസന്നിധി ഇരിക്കുന്നത് നഷ്ടമൊന്നുമല്ല, ഒരു നഷ്ടവുമല്ല. ദൈവത്തിന് മഹത്വം, നമുക്കത് അനുഗ്രഹം തന്നെ. അതെ, ഞാൻ നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. യേശു ക്രിസ്തുവിനെ യെശയ്യാവ് കണ്ടു. കണ്ടപ്പോ എന്തൊക്കെ കണ്ടു? ചടിയടാന്ന് വായിക്കാമെങ്കിൽ ചടിയനെ വായിക്കാം, മുഴുവൻ കാര്യവും കണ്ടു. എങ്ങനെ ഈ ശിശു എങ്ങനെ ജനിക്കുമെന്ന് കണ്ടു. വായിച്ച 7:14 പെട്ടെന്ന് വായിച്ചോ. 7:14 എങ്ങനെ ശിശു ജനിക്കും അറിയുമല്ലോ എന്ന് കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. അത് യെശയ്യാവ് കണ്ടു. കന്യക ഗർഭിണിയായി. പണ്ടൊരു ഹിന്ദു സഹോദരൻ നമ്മുടെ ഒരു ഉപദേശിയോട് ചോദിച്ചു, കന്യക എങ്ങനെയാ ഗർഭിണിയാകുന്നത്? കൊടുക്കാൻ ചോദിച്ചതാ. പുള്ളി പറഞ്ഞു, ചെവിക്കകത്തൂടെ കൊച്ചു വരുന്നെങ്കിൽ പിന്നെ കന്യക ഗർഭിണിയാകുന്നത് വലിയ അത്ഭുതമൊന്നും ഒന്നുമല്ല. എന്നാ ആട്ടെന്ന് പുള്ളി. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനെ. മോനെ വായിക്കാൻ നേരമില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നു, സമയം പോയി. നീക്കുവിൻ ഇവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊടുത്തോനും ഇവൻ താനെ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനെ. യൂതന്മാരനുദിനം കാൺമാൻ കാത്തു നിന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനെ. പാടാൻ നേരമില്ല. അപ്പൊ കന്യകാസൂനുമായി ഇവിടെ അവതരിക്കും. അത് യെശയ്യാവിന് വെളിപ്പെട്ടു. കന്യക ഗർഭിണിയായ ഒരു മകനെ. മാത്രമാണോ ശിശുവിന്റെ വിശേഷത? 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. യേശു ദൈവമല്ലെന്ന് പറയുന്ന വെടലകൾക്കുള്ള വാക്യമായത്. അവിടുന്ന് വീരനാം ദൈവമാ. പിന്നെ നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന്. അപ്പൊ അത് യെശയ്യാവിന് വെളിപ്പെട്ടു. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. മാത്രമാണോ 7 കുടുംബത്തിൽ നിന്ന് വരുമെന്ന്. 7 കുടുംബം 11:1 7 കുടുംബം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ കുറ്റിന്നാ വരുന്നത്. ഇശായിയുടെ കുടുംബത്തിൽ നിന്ന്. കുറ്റി ഏതാ? വായിച്ച രൂത്ത് 4:18 കുറ്റി. രൂത്ത് 4:18 പെട്ടെന്ന് വായിച്ചു, നേരമില്ല. ആ കണ്ണിക, ചെറിയ കണ്ണിക താഴെ. പേരസിന്റെ വംശപാരമ്പര്യമാവിത്. ഗെസ്രോനെ ജനിപ്പിച്ചു. രാമിനെ ജനിപ്പിച്ചു. അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ
ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ ബോവാസിനെ ജനിപ്പിച്ചു, ബോവാസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് യിശ്ശായിയെ ജനിപ്പിച്ചു, യിശ്ശായി ആ കുത്തിന്ന്. ഇതെല്ലാം പറയണ ഒത്തിരി സമയം വേണം, ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. അപ്പൊ എങ്ങനെ ജനിക്കും? കന്യാസൂനുവാ ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അല്ല, വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനല്ല. സ്തോത്രം, സ്തോത്രം. ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇവിടെ ജീവിച്ചപ്പോൾ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനായിട്ടാണ് ജനിച്ചത്. മനുഷ്യനായതുകൊണ്ടാ പടയിൽ കിടന്ന് ഉറങ്ങിയത്, ദൈവമായതുകൊണ്ടാ കാറ്റിനെ ശ്വാസിച്ചമർത്തിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യനായതുകൊണ്ട് അവിടുന്ന് വിശന്നത്, ദൈവമായതുകൊണ്ട് 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി 5000 പോഷിപ്പിച്ചവൻ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു സമ്പൂർണ്ണ ദൈവമാണെന്ന്. വീരനാം ദൈവം, അവിടുന്ന് നിത്യപിതാവ്. ദൈവത്തിന് മഹത്വം അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എങ്ങനെ ജനിക്കും? കന്യാസൂനുവാ ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത 9:6. ഏത് കുടുംബത്തിൽ നിന്ന് ജനിക്കും? അവൻ 11 യിശ്ശായിയുടെ കുത്തിന്ന്. ഈ ശിശു ശൈശവത്തിൽ എന്ത് പൂജിക്കും? 9:14, 7:14. ഒന്നുകൂടെ വായിച്ചോ, 7:14. നിർത്തുക. നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും ഉപജീവിക്കും. തൈരും തേനും കൊണ്ട്, തൈരും തേൻ, ഞാനെപ്പോഴും പറഞ്ഞ തേൻ അടിച്ചു മാറ്റിയ തേനല്ല, മോട്ടിച്ച തേനല്ലെന്ന്. ആട്ടെ. അതുകൊണ്ട് ശിശു ശൈശവത്തിൽ പൂജിക്കും. മാത്രമാണോ, ശിശുവിന് ഒത്തിരി വിശേഷതയുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ഒടുവിൽ ഈ ശിശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ അത് 9:1. യെശയ്യാവ് 9:1 വായിച്ചോ. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കത്തില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിന് നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ അത് എല്ലാം വിവരിക്കാതെ യേശുവിന്റെ കന്നിപ്രസംഗം സെബൂലൂന്റെ നഫ്താലിയുടെ അതിരുകളിൽ അതും വെളിപ്പെട്ടു. അതിനാണ് മർക്കോസ് 1:16, 19, മത്തായി 4:12. യേശു ഗലീലയിലെത്തി. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പൊ യേശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ എവിടെ? അതും വെളിപ്പെട്ടു. മാത്രമാണോ, അവിടുത്തെ തിരുമരണം അതാണല്ലോ 53 മുഴുവൻ. എങ്ങനെ മരിക്കും? ഏറുപദത്തിൽ മരിക്കും. ആര് കൊല്ലും? ഏറുപദത്തിൽ മരിക്കും. എവിടെ അടക്കും? അതെല്ലാം അടുക്കടുക്കായിട്ട് യെശയ്യാവിന് വെളിപ്പെട്ടു. മാത്രമാണോ, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയിട്ട് തിരിച്ചു വീണ്ടും വരുമെന്ന്. ആ വരവ് രണ്ടാം വരവിന് 2 ഘട്ടം. ആ 2ാം ഘട്ടം എന്തിനാ വരുന്നത്? ഭരിക്കാൻ വരും. അതാ 32. ഒരു രാജാവ് നീതിയോടെ വാഴും. ആ ഭരണം എങ്ങനെ? അയ്യോ, എല്ലാം പറയാൻ നേരമില്ലയോ, ഞാനങ്ങ് അടങ്ങുക. നീതിയോടെ ഭരിക്കും. ഭരണത്തിന്റെ വിശേഷത 11:5 വായിച്ചോ. 11:5 ഭരണത്തിന്റെ, എല്ലാം എടുക്കാൻ നേരമില്ല. 11:5 ഭരണത്തിന്റെ വിശേഷത. നീതി അവനെ നടുക്കെട്ടും, നീതി അവനെ നടുക്കെട്ടും, വിശ്വസ്തത അവന്റെ അരക്കച്ചും. ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പുസ്തകം എങ്ങനെ പഠിപ്പിക്കുന്നത്? ആര് ഭരിച്ചാലും ശരി. കാരണം നല്ല ആഗ്രഹമുള്ളവനെ സമ്മതിക്കുകയല്ലോ. സമ്മതിക്കുവോ? സത്യം പറയല്ലേ? സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ലോകമാ. ചില വിഷയത്തിൽ കണ്ണടക്കേണ്ടി വരും. നമുക്കറിയാം തെറ്റാണ്, പക്ഷെ അതിന് കൂട്ടുനിന്നേ ഒക്കൂ. അതെന്നെ മനസാക്ഷിക്ക് പോറല. എന്നാൽ ഇവിടെ ഒരു നല്ല ഭരണം വരും. ആര് ഭരിക്കും? യേശു ഭരിക്കും. കാരണം നീതി അവനെ നടുക്കട്ടാ. പിന്നെ വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. പിന്നെ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട് കുട്ടിയോടുകൂടെ കിടക്കും. കിടക്കട്ടെ. വായിരടുത്ത് വായിച്ചു. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും. പുള്ളിപ്പുലിയും ഗോസമതുപോൽ സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ രാജ്യ വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം. യേശു ഇവിടെ ഭരിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴും. അതും യെശയ്യാവിന് വെളിപ്പെട്ടു. ഞാൻ നിർത്തുക. ഇടയ്ക്കത്തെ എല്ലാം വിടുക. എല്ലാം വെളിപ്പെട്ട് ഒടുവിലേ പുതുവാന ഭൂമി വരെ വെളിപ്പെട്ടു. 66:22
ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും മതി. യേശുവിന്റെ തേജസ് കണ്ടപ്പോൾ മുഴുവൻ വിഷയവും വെളിപ്പെട്ടു. എന്നിട്ട് പറയാ, പുതുവാന ഭൂമി, പുതിയ ആകാശം, പുതിയ ഭൂമി, ഒന്നാമത്തത് ഒഴിഞ്ഞു പോകുക. കണ്ടാലും സകലതും പുതിയതാ. ഇതുവരെ യെശയ്യാവിന് വെളിപ്പെട്ടു. ഇന്ന് രാത്രി ആ കർത്താവിനെ കണ്ടേച്ച് തിരിച്ചു പോകാവൂ. ഇവിടെ വേറൊന്നും കണ്ടില്ലെങ്കിൽ യേശുവിനെ നല്ലതുപോലെ കാണണം, അവിടുത്തെ അനുഭവിച്ചു രുചിക്കണം. ആ തിരുവചനത്തിൽ യെശയ്യാവ് പറയുക, രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കയ്യ് കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ആ വാക്യം ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല, കാരണം ഇനി അത് പറയണമെങ്കിൽ 1-2 മണിക്കൂർ അങ്ങോട്ടെങ്കിലും വേണം. എങ്കിലും നിങ്ങൾ ഇതുവരെ എന്നെ കേട്ടിരുന്നല്ലോ. നന്ദി ദൈവത്തിന്റെ മകത്ത്. ഞാൻ ഇരിക്കുക, അതാണ്ട് ബൈബിളും എല്ലാം വെച്ചിട്ട് നിങ്ങൾ ഓർക്കും അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അയാൾക്കിളക്കം വന്നു വെച്ചു. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തണം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രി ഈ പന്തൽ വിട്ടു പോകുമ്പോൾ യേശുവിന്റെ തേജസ് കണ്ടേ പോകാവൂ. യേശുവിനെ കണ്ടാൽ നിനക്ക് രോഗശാന്തി ഉണ്ടാകും. യേശു അടുത്ത് വന്നാൽ നിനക്ക് സൗഖ്യമാ. യേശു നിന്നെ സ്പർശിച്ചാൽ ഇന്ന് രാത്രി വിടുതല. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്ക്. മാറത്ത് പൊൻകൊച്ചകെട്ടുവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോടുന്ന സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കണ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊണ്ട് ആരും മൗനമായിരിക്കരുത്. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി ദൈവം വിടുവിക്കുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ തേജസ് ഇന്ന് രാത്രി ഇറങ്ങട്ടെ. ഓ ദിപിക്കമല്ല. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ ദൈവത്തിന് മഹത്വം. ആ പടക പാട്ടിന്റെ 2 ചരണങ്ങൾ മാത്രം നമുക്ക് ചേർന്ന് പാടാം. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. ആദരണീയ ബഹുമാന്യ ദൈവദാസന്മാരൊന്ന് എഴുന്നേൽക്കുകയായിരുന്നേ നല്ലതായിരുന്നു. ആവതുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അവിടെ ഇരുന്നു. നിങ്ങളെയും കൂടെ എഴുന്നേറ്റാൽ എല്ലാവരും ഇറങ്ങിപ്പോകും. അപ്പൊ നിങ്ങൾ ഇരുന്നാൽ മതി. അപ്പൊ അഥവാ പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാം, വല്ല പരിചയക്കാരുണ്ടെങ്കിൽ. അതുകൊണ്ട് കൈയടിച്ച് 2 ശീല് പാടി നമുക്കിന്ന് രാത്രി സന്തോഷത്തോടെ തിരിച്ചു പോകണം. പഴയ പാട്ടാ, നിങ്ങൾ ചേർന്നൊന്ന് പാടണം. ആ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞ് കേൾക്കുന്നുള്ളോൻ. ലോകപാപ ചുമടിനെ ശിരസു കൊണ്ടു ചുമന്നൊടി കുരിശെടുത്തു ഗോദാവിൽ പോയോനെ കൈയടിച്ച് ചേർന്ന് പാട്. നമ്മുടെ കർത്താവിനെ വർണ്ണിക്കുന്ന പാട്ടാ. ഓ തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവകുഞ്ഞാടിനെ കൈയടിച്ച് പാട്. ഓ മടിയും സത്യവും ജീവനും ഇവനെ, അവൻ അരികിൽ വരുവിൻ വഴിയുമായി പാപ ചുമടൊടിച്ചവൻ മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ളിൽ കൃപ തൂണിൽ നിന്നും പാടി സ്തുതിപ്പിൻ. എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി പാട്. ദൈവത്തെ മഹത്വപ്പെടും. ഓ മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ ഭൂമിരാജാക്കന്മാരെ ഭരിച്ചു വാഴും നായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരിച്ചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധിച്ച വിശ്വത സാക്ഷികൾ നീനച്ച് ശബ്ദമുയർത്തി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ഓ തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഓ തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ ചേർന്ന് കൈയടിച്ചവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഓ 7 പൊന്നിലെ വിളക്കുകൾ നടുവിൽ നിലയങ്കി ധരിച്ചു 7 നക്ഷത്രം മാറിൽ പൊൻകാച്ച പൂണ്ടും വായിലിരുമുനവാളുമത്തി ജ്വാല പോലെ ഉള്ള മാനവ മകന് യേശുദേവനെ. ഹല്ലേലൂയ പാടി ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാവരും ആമേ. തുതിപ്പിൻ ലോകത്തിൽ പാപത്തെ നീക്കുവാൻ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തെ മഹത്വപ്പെടും. ഓ കാലുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചള കൊത്തതും ഉപകപാപമാദിത്യൻ ശക്തിയോട് പ്രകാശിക്കും പോലെ പോലെയിരിക്കുന്ന ദൈവപുത്ര. സ്തുതിപ്പിൻ. അല്പസമയം ദൈവത്തെ ആരാധിക്കും. ഓ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടും. ഓ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. ഓ വളരെ വെള്ളത്തിൽ ഇരച്ചിൽ കോത്തതു കല്ലറയിൽ നിന്നും വെള്ളിയ മരിച്ചോട് ഉയർത്തും
വല്ലഭമുള്ളത് എളിയ ജയമഞ്ചി വലിയ ഗംഭീര ശബ്ദമുള്ളോരെ സൂചിപ്പി ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുന്നു, ദൈവത്തെ മഹത്വപ്പെടുന്നു. ഓ വലിയ ദൈവദൂതന്റെ ശബ്ദമു ദൈവകാകളവും തന്റെ വിളിയോടിട കലർന്നു മുഴങ്ങവേ വനലോകത്തിൽ നിന്ന് ചുറ്റോലിക്കും അഗ്നിനകത്തിൽ വെളിപ്പെടും കലങ്ങ് മക്കളാണെന്ന് സൂചിപ്പി ശക്തിയോടെ കൈയടിച്ച് കൂടാറവ ചെയ്തൽ കമനമടവലവ തിരിപ്പിക്കും. ഓ ഹല്ലേലൂയ പാടി സൂചിപ്പിനെ യേശുവേ യേശുനാമത്തിനു ജയം അല്ലലനാമവനാകല കളയുമേ യേശുരാജാവിനോ ചെന്ന നല്ലവനാം യേശുരാജൻ വരും സർവ്വവല്ലവൻ വേഗം വരണമേ സൂചിപ്പി ഉടാറവ ശബലപടബല തിരിപ്പിക്കബലപടബല. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ രാത്രി ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ ദിപികബലപടബല ദിരിപികബലപടബല അന്തരാ ജലാധാര വൈഡപുരബലപടബല ദീപരവക്ഷ സൈതൽകബലപടബല. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവശക്തി ഇന്ന് രാത്രി രോഗശാന്തി ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ദൈവ കൃപ ഇന്ന് രാത്രി പകരട്ടെ. ഓ ദിപികബലപടബല ദിരിപികബലപടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മാറത്ത് പൊൻകൊച്ച കെട്ടുവൻ, ആകാശത്ത് വെള്ളിക്കോല് കൊണ്ട് അളക്കുന്നവൻ, ഭൂമിയിലും പൊടിയെല്ലാം നേടികൾ കൊള്ളിക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ധന്യനാകുന്ന ഏകാതി മതി അവർച്ചതയുള്ളവൻ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അർത്ഥനാ ജലാധാര വൈഡപ്പുറമനപടമല. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും നമ്മുടെ കൺവെൻഷന്റെ സമാപന രാത്രിയാണല്ലോ. ദൈവം ഇതുവരെ സഹായിച്ചു. ഒരു മിനിറ്റ് ഒക്കുന്നെങ്കിൽ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തി വീശി ദൈവത്തെ എല്ലാവരും മഹത്വപ്പെടുത്ത്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കരങ്ങൾ വീശി പാർക്കും കരങ്ങൾ വീശി ക്രിസ്തുവിൻ കൂടെ ഒരിക്കൽ കൂടെ ക്രിസ്തുവിൻ കൂടെ ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം.